ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ സ്കൂളിൽ പോവാണ്, ഡ്രസ്സ് മാറ്റി, പാന്റ് മാറ്റി. അപ്പൊ ഇസക്കുട്ടി എന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ഇസക്കുട്ടി സ്കൂളിലേക്ക് ഉണ്ടോ? അപ്പൊ ഞാൻ ടാറ്റാ. അപ്പൊ ഞാൻ ഷർട്ട് മാറ്റി ഇപ്പൊ ഞാൻ തല ചെയ്യുവാണ്. തല ചെയ്ത് കഴിഞ്ഞു. ഇസക്കുട്ടി സ്കൂളിലേക്ക് ഉണ്ടോ? ഞാൻ ഷൂ ഇടാണ് ഗായ്സ്. അപ്പൊ ഞാൻ ഷൂ ഇട്ട് കഴിഞ്ഞു. അപ്പൊ സ്കൂളെത്തി. അപ്പൊ ഗായ്സ് ഞങ്ങള് സ്കൂളിലെത്തി. സ്കൂളിന്റെ ഫ്രണ്ടിൽ എത്തിയപ്പോഴേക്കും നോട്ടീസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. വെൽക്കം ചെയ്യാൻ ഒരുപാട് കുരുന്നുകൾ നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചെണ്ടമേളക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ക്യാമറ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ടീച്ചർ അപ്പോഴേക്കും വിളിച്ച് സൈഡിൽ ടീച്ചേഴ്സ് നിൽക്കുന്നുണ്ടായിരുന്നു. തലയിൽ വെക്കാൻ ഓരോ തൊപ്പിയായിട്ട് പോയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ക്ലാസ് നോക്കി. എല്ലാ ക്ലാസ്സിന്റെ ഫ്രണ്ടിലും വെൽക്കം 2B എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. 2Bയിലാണ് 2B എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പൊന്നൂസ് ക്ലാസ്സിൽ കയറി. ടീച്ചറിന്റെ 4 പുറം കുട്ടികളായിരുന്നു. അതുകൊണ്ട് ടീച്ചറെ കാണാൻ പറ്റുന്നില്ല. എല്ലാവരുടെ പേരും എഴുതിയെടുക്കുകയായിരുന്നു ടീച്ചർ ക്ലാസ്സിൽ വന്ന കുട്ടികളുടെ. അപ്പൊ ഇതാണ് അവന്റെ ക്ലാസ്. അപ്പൊ അവന്റെ പഴയ ഫ്രണ്ട്സുകളൊക്കെ തന്നെയാണ് ഒന്നിലുണ്ടായിരുന്ന അതേ ഫ്രണ്ട്സുകൾ. 1000-ലധികം കുട്ടികൾ പഠിക്കുന്ന നമ്മുടെ വിദ്യാലയത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് ഇവിടുത്തെ കുട്ടികൾ തന്നെയാണ്. കുട്ടികളെയും ഓരോരുത്തരെയും ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തരെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഒരു പ്രവേശനോത്സവ നൃത്തത്തോടു കൂടിയാണ് പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത്. അറിവിന്റെ തിരുമുറ്റത്തേക്ക് എത്തിച്ചേർന്ന ഓരോരുത്തരെയും മൊയ്ൻ എൽപിയുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഔദ്യോഗികമായൊരു സ്വാഗതം ആശംസിക്കുന്നതിനായി നമ്മുടെ ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ ശ്രീ പ്രദീപ് സാറിനെ ക്ഷണിക്കുന്നു. അല്ലയോ പരമപ്രകാശം. പള്ളിക്കൂടക്കാലം വാടികൾ തോറും പാതി നടക്കും പൂമ്പാറ്റക്കാലം. പുത്തനൊടുത്തൊരു പുലരം മഴ കെട്ടിയുയർത്തിയ കൂടാരം എത്തിരി വട്ടക്കുടയും ചൂടി കുരുന്നുകൾ. പള്ളിക്കൂടക്കാലം തള്ളമയിലെ ഒന്നാടുമ്പോ പിള്ളമയില് തള്ളമയില് ഒന്നാടുമ്പോ പിള്ളമയില് എത്ര ആടണം? 1 കഴിഞ്ഞാ 2. അതെ, 1 പിള്ളിയിടപ്പള്ളിത്താഴെ ചേലൊരുക്കാവ് മയിലാട്ടോ. തള്ളമയിലെ ഒന്നാടുമ്പോ പിള്ളമയില് പാടണേ. തള്ളമയിലെ ഒന്നാടുമ്പോ പിള്ളമയിലെ 2 ആടോ. 2 പിള്ളിയിടപ്പള്ളിത്താഴെ കൈ 2 പിന്നില് കെട്ടി മയിലാട്ടം കളി കാണാടേ. കൈ 2 മുക്കത്ത് കുത്തി മയിലാട്ടം കളി കാണാടേ. അപ്പൊ പരിപാടികളൊക്കെ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ക്ലാസ്സിൽ ഒന്നുകൂടി പോയി നോക്കിയപ്പോഴേക്കും പൊന്നൂസിന്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചും കഥ പറഞ്ഞും അവരെ ഓരോ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ ഇടയിൽ ഓരോരുത്തരെ പരിചയപ്പെടുത്തി ഹായ് എന്ന് പറയുകയാണെന്നു. അപ്പോഴേക്കും ടീച്ചർ വന്ന് ലഡു വിതരണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എനിക്ക് തന്ന ലഡുവും കൂടി പകുതി പൊന്നൂസ് എടുത്തിട്ട് പോയി. അപ്പോഴേക്കും ലഡു വേഗം കഴിച്ചു കഴിഞ്ഞു. അപ്പോഴേക്കും ചോറൊക്കെ വന്നു കേട്ടോ. ചോറും ഉണ്ടായിരുന്നു, സാമ്പാറുണ്ടായിരുന്നു, ഉപ്പേരി ഉണ്ടായിരുന്നു. അപ്പൊ ടീച്ചർ ഉപ്പേരി വേണ്ടാന്ന് വിളിച്ചു പറയുമ്പോ ഉപ്പേരി കഴിച്ചേ പറ്റൂ. ടീച്ചർ പറയണ്ടോ ഉപ്പേരി കഴിക്കാതെ പറ്റില്ല, എല്ലാവരും ഉപ്പേരി കഴിക്കണം പറഞ്ഞിട്ട് ഉപ്പേരിയും കൂടി ഇതാക്കിയായിരുന്നു. അപ്പൊ നമ്മുടെ പരിപാടികളും ചോറ് കഴിക്കലൊക്കെ കഴിഞ്ഞതായി പന്തലൊക്കെ കഴിച്ചത് അവരൊക്കെ കൊണ്ടുപോയി. അപ്പൊ സ്കൂൾ ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും പൊന്നൂസും ഗ്രൗണ്ടിൽ ഇങ്ങനെ ഓടി കളിക്കായിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങളുടെ സ്കൂൾ പ്രോഗ്രാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പ്രവേശനോത്സവം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമന്റ് ചെയ്യണേ. ഇവരുടെ സ്കൂളിൽ ഇതുപോലെ എല്ലാ വർഷവും പിന്നെ ഓരോരോ ഫംഗ്ഷനുകളും ഉണ്ടാവാറുണ്ട്. നല്ല നല്ല പരിപാടികളായിരിക്കും. അപ്പൊ അതൊക്കെ ഞാൻ ഇതിലൂടെ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. പൊന്നൂസിന്റെ സ്കൂളിൽ
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ്. അടുത്തൊരു വീഡിയോ ബൈ.